നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചത് നാട്ടുകാരായ 3 യുവാക്കളാണെന്നാണ് പോലീസ് പറയുന്നത്. ഈസ്റ്ററിന് വാങ്ങിയ പടക്കമാണ് പൊട്ടിച്ചതെന്ന് യുവാക്കൾ മൊഴി നൽകി. പൊട്ടിത്തെറി ശബ്ദത്തിന് പിന്നാലെ പോലീസ് എത്തിയതോടെ പേടിച്ചാണ് യുവാക്കൾ വിവരം പുറത്തു പറയാതെ ഇരുന്നത്. സ്വന്തം വീടിന് മുന്നിൽ സുഹൃത്തുക്കൾക്കൊപ്പം പടക്കം പൊട്ടിച്ചെന്നാണ് യുവാവിന്റെ മൊഴി. അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിന് മാത്രം കേസെടുത്ത് യുവാക്കളെ വിടുമെന്നും പോലീസ് അറിയിച്ചു. സുഹൃത്തുക്കളായ 3 യുവാക്കളോടൊപ്പം പടക്കം പൊട്ടിച്ചതിന്റെ കഥയും വിവരിച്ചു. പൊട്ടിത്തെറി ശബ്ദം കേട്ട ശേഷം പോലീസ് വന്നതോടെ യുവാക്കൾ പേടിച്ച് മിണ്ടാതിരുന്നതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയത്. സ്വന്തം വീടിന് മുന്നിലാണ് സുഹൃത്തുക്കൾക്കൊപ്പം പടക്കം പൊട്ടിച്ചതെന്നാണ് യുവാവിന്റെ മൊഴി. ശോഭാ സുരേന്ദ്രന്റെ തൃശൂർ അയ്യന്തോളിലെ വീടിന് മുമ്പിൽ ഇന്നലെ രാത്രി 10:40 സംഭവം ഉണ്ടായത്. ശോഭാ സുരേന്ദ്രൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടത്. വീടിന് മുന്നിലെ റോഡിൽ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വീടിന് മുന്നിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവം തനിക്ക് നേരെയുണ്ടായ ആക്രമണമെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. സംഭവത്തിന് പിന്നിൽ ആരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരണമെന്നും ശോഭ ആവശ്യപ്പെട്ടിരുന്നു. കശ്മീരിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് ഈ സംഭവം നടന്നതെന്നും ശോഭ പറഞ്ഞിരുന്നു.